മഴക്കാലമായാൽ പുതുപ്പള്ളിയും പരിസര പ്രദേശങ്ങളുമൊക്കെ നാടൻ പന്തുകളിയുടെ ആവേശത്തിലേക്ക് അങ്ങ് കയറും. പുതുപ്പള്ളിയിലും കോട്ടയത്തെ ചില ഗ്രാമങ്ങളിലും മാത്രമാണ് നാടൻ പന്തുകളിക്ക് ഇന്നും പ്രചാരമുള്ളത്. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുപ്പള്ളിയെ ആവേശത്തിലാക്കാൻ വേണ്ടി നാടൻ പന്തുകളി മത്സരം പുതുപ്പള്ളിയിൽ അരങ്ങേറാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പുതുപ്പള്ളി എന്ന് പറയുമ്പോഴത്തേന് നാടൻ പന്തുകളിയാണ് പുതുപ്പള്ളിയെ സംബന്ധിച്ച് മെയിൻ. എല്ലാ കളികളെക്കാട്ടിലും ജനങ്ങൾക്ക് ആവേശമുള്ളത് നാടൻ പന്തുകളിയാണ്. എന്നാൽ ഈ നാടൻ പന്തുകളി നടക്കുമ്പോൾ ഒരുപാട് കടമ്പകൾ ഇനി കടക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ പലവട്ടം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ അധികാര പരിധിയിലാണ് ഈ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഇരിക്കുന്നത്. എന്നാൽ ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് ഒരുപാട് ലോഡ് മണ്ണ് കൊണ്ടടിച്ചിട്ടുണ്ട്. ആ മണ്ണടിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഗ്രൗണ്ട് അന്ന് ഈ ഗ്രൗണ്ട് നാശത്തിലേക്ക് പോയതാണ്. എന്നാൽ ആ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇതിനുവേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ നടക്കാതെ ഇരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇത് അവിടെ സ്കൂളിന്റെ ഗേൾസ് ഹൈസ്കൂളിന്റെ അവിടെ കെട്ടിടം പണിതപ്പോഴത്തേനും അവിടെ പുതിയ കെട്ടിടം പണിതപ്പോഴത്തേന് വന്ന മണ്ണാണ് ഈ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ഈ നിക്ഷേപിച്ചപ്പോഴത്തേന് ഇതിന്റെ കണക്ക് വ്യക്തമായിട്ടില്ല. എത്ര ലോഡ് മണ്ണ് അവിടുന്ന് എടുത്തു, എത്ര ലോഡ് മണ്ണ് കൊണ്ട് ഇവിടെ ഇട്ടു എന്നുള്ളതിനൊന്നും വ്യക്തമായ കണക്കില്ലാത്തതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അത് ഒരു കാരണവശാലും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ട് ഇങ്ങനെ നശിച്ചു കിടക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം, അവിടുത്തെ സ്റ്റേഡിയങ്ങൾ ഏറെക്കുറെ 1 കോടി രൂപ എടുത്ത് പണിത സ്റ്റേഡിയമൊക്കെയാണ്. അതിനോട് ചേർന്ന ഗാലറികളും എല്ലാം നാശത്തിലേക്ക് പോയിരിക്കുകയാണ്. എത്ര മുറികള്, ടോയ്ലറ്റ് ബ്ലോക്കുകള് എല്ലാം ഉണ്ട്. എല്ലാം അവിടെ കിടന്ന് നശിച്ചു പോയിരിക്കുന്നു. പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം, ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം പയ്യപ്പാടി റോഡിൽ നിന്ന് വന്നുമൊക്കെ അതിലെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം ചുറ്റും മതിൽ കെട്ടി, സ്കൂളിന്റെ ഗ്രൗണ്ട് അല്ലേ, അപ്പം അവരത് സംരക്ഷിച്ചു. ചുറ്റും മതിലൊക്കെ കെട്ടി അടച്ചു പൂട്ടി അവർ സംരക്ഷിച്ചപ്പോഴത്തേന് അതിന്റെ അകത്ത് പിന്നെ ആരും കയറാതെയായി, ആൾക്കാർ നടക്കാതെ മൊത്തം കാട് പിടിച്ച് ഈ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ പല പ്രാവശ്യം ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പോയി, അവിടുത്തെ അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന നിബു ജോൺ, അന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുള്ളത്. അതിന്റെ കടമ്പ എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെ ആയതുകൊണ്ട് ഇതിന് പിന്നെ അവിടെ നമ്മുടെ പുതുപ്പള്ളി MLA ഇടപെട്ടു. സ്കൂളൊക്കെ ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞപ്പോൾ MLA ഇടപെട്ടു. അപ്പോൾ MLA കളക്ടറൊക്കെ ആയിട്ട് ചേർന്ന് ജില്ലാ പഞ്ചായത്തിൽ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിന്റെ അകത്തൊരു തീരുമാനം അവരെടുത്തെന്ന് പറഞ്ഞാൽ, ആ മണ്ണ് മറ്റുള്ള ഒന്നിനും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആ ഗ്രൗണ്ടിൽ തന്നെ അത് നിക്ഷേപിക്കാൻ വേണ്ടി അവർ തീരുമാനം എടുത്തു. കാരണം അത് അവിടെ തന്നെ നികത്തുക. ആ ഗ്രൗണ്ടിന്റെ പല ഭാഗത്തും കുഴികളൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ മണ്ണ് നികത്തിയെടുക്കുകയാണെന്നുണ്ടെപ്പോഴത്തേനും അവിടെ എല്ലാം ഒന്ന് വൃത്തിയായി കിട്ടും. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു. അങ്ങനെ എടുത്ത പ്രകാരം അതും പിന്നെ കടലാസിൽ ഒതുങ്ങി. അപ്പൊ നമ്മുടെ പുതുപ്പള്ളിയിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നു. അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നു. ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം വന്നപ്പോഴത്തേന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭരണസമിതിയാണ് വന്നേ. അപ്പൊ അവര് അത് എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ മണ്ണ് അവർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സ്കീം വെച്ചുകൊണ്ട് ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് നമ്മുടെ പാറയ്ക്കക്കടവില്, നിങ്ങൾക്കറിയാം, പാറയ്ക്കക്കടവ് നാശത്തിന്റെ വക്കി നിൽക്കുകയാണ്. മൊത്തം കാട് കയറി മൊത്തം ആ പരിസരത്തോട്ടൊരു മനുഷ്യന് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അതുപോലെ സൈഡുകളും എല്ലാം ഇടിഞ്ഞും ഒരുപാട് മരങ്ങളും ഒക്കെ വീണിറങ്ങാം. അപ്പൊ പാറയ്ക്കക്കടവ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ മണ്ണ് അവിടെ നിക്ഷേപിക്കാൻ വേണ്ടി ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഒരു പ്ലാനും കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെയെങ്കിലും ആ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്യും, ഗ്രൗണ്ട് എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമാവുകയും ചെയ്യും. അപ്പൊ ആ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഇപ്പം പറയുമ്പോഴത്തേന് പന്തുകളി നടക്കുമ്പോഴത്തേന് നമുക്കറിയാം, 2 അസോസിയേഷനുകളാണ് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ പന്തുകളി നടത്തുന്നത്. ആ പന്തുകളി നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒന്ന് നാടൻ പന്തുകളി ഓർഗനൈസേഷൻ എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്. അതോടൊപ്പം തന്നെ നാടൻ പന്തുകളി നേറ്റീവ് ബോൾ ഫെഡറേഷൻ എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്. ഈ 2 സംഘടനകളാണ് പന്തുകളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേന് ഈ പന്തുകളി നടക്കുമ്പോഴത്തേന് ഇവരെ സംബന്ധിച്ച് എന്നറിയോ, ഇവർ ഈ ഗ്രൗണ്ട്, സ്കൂളിന്റെ ഗ്രൗണ്ട് ഇവർ ബുക്ക് ചെയ്യും. എല്ലാ സ്കൂളിലെ ഗ്രൗണ്ടിൽ ഈ സമയത്താണല്ലോ പന്തുകളി നടക്കുന്നത്. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ട് നാടൻ പന്തുകളി ഓർഗനൈസേഷൻകാർ 1 വർഷത്തേന് ബുക്ക് ചെയ്തു. അപ്പോൾ അവർ 1 വർഷത്തേന് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ വേറെ ഒരു പരിപാടികളും ഈ ഗ്രൗണ്ടിൽ പിന്നെ നടക്കത്തില്ല. അപ്പൊ നേറ്റീവ് ബോൾ അസോസിയേഷന്റെ പന്തുകളിയും പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ട് നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഇവർ 1 വർഷത്തേന് ബുക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് പന്തുകൾ നടത്താനൊന്നും പറ്റാത്തതുകൊണ്ട് ഇവർ തമ്മിൽ ചെറിയൊരു തർക്കമായി. ആ തർക്കം അങ്ങ് കൂടി. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് വെച്ച്
നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറം എന്നിവരുടെ നേതൃത്വത്തിൽ പന്തുകളി അസോസിയേഷന്റെ ഭാരവാഹികളെയും വിളിച്ച് അവിടെ വെച്ച് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഓരോ മാസം വീതം ഒരു മാസം ഓർഗനൈസേഷൻകാർ കൊടുക്കുകയാണെങ്കിൽ അടുത്ത മാസം നേറ്റീവ് ബോൾ അസോസിയേഷൻ, അങ്ങനെ പന്തുകളി നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം നടത്തുമെന്നുള്ളതിന്റെ അകത്തൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേന് നാടൻ പന്തുകളി ഓർഗനൈസേഷൻ അംഗങ്ങൾക്കാണ് ഇത് നടത്താൻ വേണ്ടിയുള്ള ആദ്യത്തെ ടേം. അവർക്ക് ആദ്യത്തെ മാസ്റ്ററെ അവതരണം. അവരെ സംബന്ധിച്ച് ഇനി ഒരു വലിയ കടമ്പയെന്ന് പറയുന്നത് ഗ്രൗണ്ട് വൃത്തിയാക്കി എടുക്കണം. അത് വൃത്തിയാക്കി എടുത്തെങ്കിൽ മാത്രമേ പന്തുകളി നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന ആ ചെറിയൊരു മീറ്റിംഗ് അതും കൂടെ ഒന്ന് കാണാം. ഭരണസമിതിയുമായി ടീച്ചറെ ബന്ധപ്പെടുകയും ചെയ്തു. അന്നേരം ബഹുമാനായ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പുതുപ്പള്ളിക്ക് ഏറ്റവും അഭിമാനമായ പ്രവർത്തനം നടത്തുന്ന പുതുപ്പള്ളിക്കാരൻ, പുതുപ്പള്ളി നിയോജക മണ്ഡലംകാരൻ, പുതുപ്പള്ളിയുടെ ഓരോ മണൽത്തരിക്ക് സുപരിചിതനായ ബഹുമാനായ ജോഷി ഫിലിപ്പ് സാറ് ഈ കാര്യത്തിൽ ഇടപെടുകയും പുതുപ്പള്ളി നാടൻപന്തുകളിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ അപേക്ഷ കൊടുത്തിട്ടുള്ള ഇരു ടീമിൻ്റെയും അംഗങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട യോഗ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ചു. ആമുഖമായിട്ട് സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികപരമായ ബന്ധമാണ് നാടൻപന്തുകളിയായിട്ട് ഉള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. എന്നാല് നമ്മള് എല്ലാ വർഷങ്ങളിലും നടത്തുന്ന ഈ മത്സരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഗ്രൗണ്ട് ഈ മത്സരങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ച് 2 കത്തുകൾ ജില്ലാ പഞ്ചായത്തിന് ലഭിക്കുകയുണ്ട്. ആ കത്തുകള് ഒന്ന് നാടൻ പന്തുകളി ഓർഗനൈസേഷന്റെ പേരില് 31/12/2025 ഡേറ്റ് വെച്ച് 4/1/2026 മുതൽ 15/3/2026 വരെ നമ്മുടെ സെന്റ് ജോർജ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് അനുവദിച്ചു. നാടൻ പന്തുകളി ഓർഗനൈസേഷനും നേറ്റീവ് ബോൾ ഫെഡറേഷനും ജില്ലാ പഞ്ചായത്തിന് കൊടുത്ത അപേക്ഷ പ്രകാരമുള്ള തീരുമാനമാണ് പഞ്ചായത്തിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ വരും ദിവസങ്ങളിൽ പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നാടൻ പന്തുകളി സജീവമാവുമെന്ന് കരുതുന്നു. അതിനു മുന്നോടിയായിട്ട് ഗ്രൗണ്ട് വൃത്തിയാക്കുമെന്ന് തന്നെ കരുതുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും എല്ലാം ചേർന്നുകൊണ്ട് വരും കാലങ്ങളിൽ പുതുപ്പള്ളിയിലെ ഈ ഗ്രൗണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വരുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് മുന്നിലെ 2-3 കാഴ്ചയും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതൊക്കെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളൊക്കെ അറിയേണ്ട കാര്യങ്ങളും കൂടെയാണ്. പുതുപ്പള്ളിയിലേക്ക് കോട്ടയത്തു നിന്ന് ആര് വന്നാലും വെൽക്കം ചെയ്യുന്ന അത് നമ്മുടെ കന്നുകുഴി തൊട്ട് ഇങ്ങോട്ടുള്ള കാഴ്ചകളാണ്. അവിടെ തന്നെയാണ് ആദ്യം ഒരു ബസ് സ്റ്റോപ്പ് ഇരിക്കുന്നത്. ആ ബസ് സ്റ്റോപ്പിന് സമീപത്തായിട്ട് മാലിന്യങ്ങൾ നിറച്ച 2-3 ചാക്കുകളാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ബസ് കയറാൻ നിൽക്കുന്നുണ്ട്. ഈ പരിസരങ്ങൾ കിടക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ആകപ്പാടെ ക്ലീനിങ് ജോലിക്കായിട്ട് ഒരാൾ മാത്രമാണുള്ളത്. പഞ്ചായത്ത് തൊട്ട് ഈ പുതുപ്പള്ളി ഈ ഭാഗം വരെ ബസ് സ്റ്റോപ്പ് വരെയുള്ള ഭാഗങ്ങൾ ഒരാൾ വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരെ അധികാരത്തിലേക്ക് വന്നേ ഉള്ളൂ, ഉടനെ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം, ഒരു തട്ടുകടയാണ്. ഇത് നിർത്തിപ്പോയതാണ്. എന്നാൽ ഇത് ഈ സാധനം പൊളിച്ചു മാറ്റാതെ അവിടെ തന്നെ കിടക്കുന്നു. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ വേറെ ഒരാൾ ഇവിടെ ചെരുപ്പ് എന്തോ നന്നാക്കാൻ വേണ്ടി ഇട്ട ഒരു കടയാണ്. അത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ പുതുപ്പള്ളി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കത്തുള്ളൂ. വഴിയോരങ്ങളിലൊക്കെ ഓരോരോ കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഓരോരോ ഷെഡുകളൊക്കെ ഉണ്ടാക്കി അവിടെ ഇട്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. ഇതൊരു ഫുട്പാത്തിൻ്റെ സൈഡും കൂടെയാണ്. ബസ് കയറാൻ വരുന്നവരെല്ലാം ഈ സൈഡിൽ കൂടെയാണ് നടന്നു പോകുന്നത്. അതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എല്ലാം കാട് പിടിച്ച് സൈൻ ബോർഡ് അടക്കം കിടക്കുന്നു. ഇത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലത്തെ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. ബസ് കണ്ട പുതുപ്പള്ളിയുടെ ഹൃദയ ഭാഗത്തെ ഒരു കാഴ്ചയും കൂടെയാണ്. ഇത് കണ്ട മാലിന്യം കണ്ട കൂമ്പാരമായി മാറിയിരിക്കുകയാണ്.
ആ ഒരു ജോലിക്കാരിയെ കൊണ്ട് ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഏതെല്ലാം ഭാഗങ്ങൾ വൃത്തിയാക്കാൻ പറ്റും? അത് പുതുപ്പള്ളി പഞ്ചായത്ത് വരും ദിവസങ്ങളിൽ ഇതിനും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ്.